പൊന്നേ. ഓ എന്തേ എന്ത് വേണ്ടേ? എന്ത് വേണ്ടും എൻ്റെ പൊന്നിന്? എന്ത് വേണ്ടും എൻ്റെ പൊന്നിന് പറ. എന്ത് വേണ്ടേ? ഓ എന്താണ്? ചൂടോ, ഞാൻ ബാത്റൂം പോയി പല്ലൊക്കെ തേച്ചൊന്ന് ഇറങ്ങിയതാണ്. അപ്പോഴത്തേനും കണ്ട എന്നെ കാത്തിരുന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ. എന്ത് പൊന്നേ? നമ്മുടെ സ്വത്തിന് എന്ത് വേണ്ടേ? നമ്മ തടവി തരണോ? ഒച്ചോടോ, നമ്മുടെ മുത്തു പൊന്നിയ രാവിലെ എണിച്ച അവനിങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കണം. അവിടെ ഒരാളതാ തുടങ്ങുന്നത്. ഓ എന്തേ എന്നോട് സംസാരിക്കണുണ്ടോ അവൻ? തടവിത്താന്ന് പറയുക. ഒരു മമ്മ വേണോ? മമ്മ തരട്ടെമ്മ, മമ്മ തരട്ടെ. വിന്നിന് മമ്മ വേണ്ടേ? വിന്നിന് തടവി തരാം. നടക്ക് അമ്മ മമ്മ തരാം ആദ്യം. എന്ത് പൊന്നെ? എന്ത് പൊന്നെ? എന്താണ് സ്വത്ത് പൊന്നെ? മമ്മ വേണ്ടേ? നടക്ക്, മമ്മൻ തരാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെ എണിച്ചത്. വിശക്കുന്നുണ്ട് അവർക്ക്. നടക്കുമ്പോൾ തരാം. എണിച്ച മമ്മ വേണോ? എന്തേ എന്തേ വിളിക്കുന്നുണ്ട്? അമ്മ അമ്മ വിളിക്കുക. പൊന്നേ ഓരോ ഒരു എൻ്റെ പൊന്നിന് ചാടി വിറ്റിട്ട് ഞാൻ മിന്നുവിന് സ്നേഹിക്കുന്നുണ്ട്. മിന്നുവിന് ഇട്ടിട്ട് പട്ടപട്ടാന്നിട്ട് അടിക്കുന്നുണ്ട് ഇപ്പം ഇവൻ. എന്തൊരു അടിയെന്നറിയാം. പൊന്നേ ഒരുമ തടുവിത്തോ. ഇവിടെ ഒരു മുടിന് നക്കിയിട്ട് ഇതൊക്കെ അവിടെ ഇങ്ങനെ ചിക്ക് കിട്ടുന്നുണ്ട് നടത്തുന്നുണ്ട്. എന്ത് പൊന്നെ? നമ്മ തടവി തരണ ആണോ? മേത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹിക്കണം, അത്രേ ഉള്ളൂ അല്ലേ? എന്ത് പൊന്നെ? എന്തൊരു പൊന്നെ? എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ. ബാ മമ്മ തരാം. നടക്ക് മമ്മ തരാം. മമ്മ തരവാ വാടിച്ചക്ക. ഓ ഇതാണ് എൻ്റെ പൊണ്ണിൻ്റെ മമ്മ. ബടി ഇറങ്ങിയ ഇവിടെ രണ്ടാൾക്കാരിന് രാത്രി ആയാലും കൂട്ടിലിടും. കൂട്ടിലിട്ടില്ലെങ്കിൽ ഉറങ്ങില്ല. എന്നെ ഒന്ന് ഇടങ്ങാറാക്കി കൊണ്ടിരിക്കും. പിന്നെ തല്ലി കൊടുത്തു. ഗുഡ് മോർണിംഗ്. എന്നെയൊന്നും വേണ്ട. ഫുഡ്. എടാ അത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. നീ ഇപ്പുറത്ത് പാത്രത്തിൽ കഴിക്കുന്നു. ഇത് കഴിക്കും 4 പാത്രത്താക്കി തന്നാൽ തന്നെ കഴിച്ചു. നോക്ക്, ഇതാണ് ആക്രമണം എന്ന് പറയുന്നത്. അവരവരുടെ പാത്രത്തെ അവരവർ കഴിക്കണം. മനസ്സിലായ? നീ ഇത് കഴിക്കണം. എൻ്റെ ഓര് കഴിക്കണം. ഇതൊന്നുമല്ല, കുടിക്കാൻ പാല് വേണം. പാല് കച്ചി കൊടുക്കണം. അപ്പോൾ പാലാക്കുമ്പോഴത്തേനും വരും. ഇതുണ്ടോ? നമുക്ക് പാല് വേണം. കുഞ്ഞാനി രാവിലെ വെച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നടന്ന് ഒക്കെ ചെയ്യണം. അപ്പുറത്ത് രാത്രിയാകുമ്പോൾ കുട്ടാപ്പിക്കും മറ്റേ പൂച്ചയ്ക്കും ലൈറ്റ് ഇട്ട് കൊടുക്കും. രാവിലെ ഓഫാക്കും. ഇപ്പോൾ ഒന്ന് പാല് ചൂടാക്കിയിട്ട് കൊടുക്കണം. മറ്റേ ബാത്റൂം പോയിട്ടാണ്. ചൂച്ചൂച്ചൻ പോയിരുന്നോ? ഓ കുട്ടാപ്പിയേ, അമ്മതെ പാല് വെച്ച് എടുത്തിട്ട് തരാട്ടാ. ഇവിടെ ഫുഡൊന്നുമില്ല. ആദ്യം പാലാ വേണ്ട. ഇപ്പം എന്താ പിന്നാലെ നടക്കുന്നിപ്പോൾ. ഓ ഇതുണ്ട് അമ്മ നടക്കും. ഓ നിനക്ക് പാല് ചൂടാക്കട്ടടാ. ചൂടാക്കാണ്ട് പാല് കുടിക്കാൻ പറ്റുമോ? ഈ 3 ആൾക്കാരാണ് പാല് കുടിക്കുന്ന ആൾക്കാർ. അവന് ഫുഡ് പാലിനോട് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി
മിന്നും ഓരോയും കൂടെ തല്ലി കൂടിയതാ. തല്ലി കൂടിയതിൽ ഇതേ മുടിയുണ്ട്, മേത്തെ രോമം പാറിപ്പറന്ന് നടക്കുകയാണ് ഇപ്പോൾ. രണ്ടും കൂടി ഇവിടെ മാത്രമൊന്നുമല്ല, ഇനിയുണ്ട് കാണിച്ചു തരാം. അതുണ്ട് ഇതേ ഹർഷാദ് ഉറങ്ങി എണിച്ച് നോക്കാൻ പോയാ സിംബ. ഹർഷാദ് എണിച്ചാ? ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പതുക്കെ എണിക്കുകയുള്ളൂ, ഒരു 8 മണിയൊക്കെ ആവും. അല്ലാത്ത ദിവസങ്ങളിൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണിക്കും, സ്കൂളുള്ള ദിവസങ്ങൾ. എനിക്ക് ഞാൻ പാല് തര പൊന്നേ. പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ. നമ്മ തരാ. അപ്പുറത്ത് കുട്ടാപ്പിക്ക് പാല് കൊടുക്കണം. തര മോനെ. ഒരു ദിവസം 2 ലിറ്റർ പാലുണ്ടാക്കി ഇപ്പോൾ തികയുന്നില്ല. ഇവരുടെ പാലുകൂടി തന്നെ രാവിലെയും പാല് വേണം, വൈകിട്ട് വേണം. ഈ 3 എണ്ണത്തിന് പാല് കുടിക്കണം രാവിലെയും വൈകിട്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? എന്താണിത്? നിങ്ങൾക്ക് തന്നെയല്ലേ ഒന്ന് ആക്രാന്തം കാണിക്കേണ്ടിയിരിക്കുമോ? കുഞ്ഞുമുണ്ട് കാട്ടിക്കൂടലുണ്ടില്ലേ. തരാ 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 തരാ. ഇനിയിപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ വേറൊരാളും കൂടെ വരും പാല് കുടിക്കാൻ. ഇപ്പം നോക്കിക്കോ. ഗുഡ് മോർണിംഗ്. എന്താ ആൾക്കറിയാം അവിടെ രാവിലെ അടിച്ച് പാലുണ്ടാവും. ഇത് നോക്ക്, പാലിപ്പോൾ എവിടെന്നാ കുടിക്കാന്ന് അറിയില്ല. ഇതേട്ടോ ചുറ്റിനിങ്ങനെ നടക്കും, എന്നിട്ട് ഒരു മാസം പാല് കുടിക്കും കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. എല്ലാവരുടെ മേത്ത് കൂടെ ഇങ്ങനെ ചാടി പറഞ്ഞ് അടി കൂടെ ഇങ്ങനെ പോയി പോയി പാല് കുടിക്കുവാണ്. ആൾക്കിതിപ്പോൾ എവിടെന്നാ കുടിക്കാന്നറിയില്ല, എപ്പോഴും അങ്ങനെ കറക്കി കറക്കി കുടിക്കും. ഇപ്പോൾ സ്ഥലമില്ലല്ലോ. അതേ സ്ഥലം ഉണ്ടാക്കി കേട്ടോ. ഈ പെണ്ണ് ഇന്നാണ് കുട്ടാപ്പിനെ അടിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ 2 ദിവസം മുന്നേ. അപ്പോൾ ഇവിടെ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കുട്ടാപ്പിൻ്റെ പെങ്ങളാണ്, കുട്ടാപ്പിൻ്റെ കൂടെ ജനിച്ച ആളാണ്. ആദ്യം നമ്മുടെ ഐശുവിന് 4 മക്കളുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് കുട്ടാപ്പി. കുട്ടാപ്പി ഒരാളും ബാക്കി 3 പെണ്ണുമാണ് ഉണ്ടായത്. ഓ ഉമ്മത് വരണു മോനെ, പാലെടുത്തിട്ട് വരാം കേട്ടാ. കുട്ടാപ്പിക്ക് കൂട്ടിൽ പാൽ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തുറന്നു വിടുള്ളൂ. സിംബ തല്ലുകൊള്ളാൻ വേണ്ടി ഇപ്പൊ പോരിക്കാണ് അങ്ങോട്ട്. ആ പെണ്ണിന്റെ തല്ലുകൊള്ളോട്ട് അങ്ങോട്ട് വന്നോ. ആ പെണ്ണ് തരിപ്പോ ചടപടയെന്ന്. പെണ്ണിന് ഭയങ്കര ദേഷ്യ. കുട്ടാപ്പിക്ക് പാലെടുക്കട്ടെ. ഇതാ വരുന്നു പൊന്നെ, ഉമ്മ വരുന്നുടാ. ഓ ഉമ്മത് പാലെടുക്കുകയാണ്. ഓ എന്തടി കുഞ്ഞുമണി മാറിട്ട് പെണ്ണെ. ഈ പെണ്ണ് പാല് കുടിക്കില്ല കേട്ടോ, അവൾക്ക് പാല് ഇഷ്ടമല്ല. അവൾക്ക് ഫുഡ് കൊടുക്കും. നമ്മുടെ കുട്ടാപ്പിക്കണ്ട പാല് കൊക്കുണ്ട്. കുട്ടാപ്പിച്ചി എന്നിട്ട് കുട്ടാപ്പിച്ചി പാല് കൊക്കും. എന്നിട്ട് പൊന്നുമണിക്ക് പാല് കൊക്കും. ഒന്ന് കുറിച്ച് അയ്യോ എന്നിട്ട് കൈ തട്ടി കുറച്ച് പോയി സ്വത്തു. എന്നാൽ കുടിക്കും, ഇമ്മ തുടച്ചെടുക്കട്ടെ കേട്ടോ. അമ്മ ഇപ്പം വരാം. അത് കുടിക്കുമ്മ, പാല് കുടിക്കും, ഇമ്മ ഇപ്പം വരാം. അതൊന്ന് തുടക്കട്ടെ പൊന്നെ. വെച്ചോടാ എൻ്റെ കൈ. ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ നോക്കിക്കൊണ്ടിരിക്കണണ്ടാ ഒരുമ. സിംബ അവളുടെ പാത്രത്താണ് നീ ബാത്റൂം പോകുന്നത്. നിന്റെ പാത്രം ഉണ്ടല്ലോ അവിടെ, ഇവിടെ കണ്ട ചെറുത് ബാത്റൂമിക്കൊക്കെ പോയി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇരട്ടി പണി. സിംബ അവിടെ കയറി വന്ന് പറ്റിയിട്ടില്ല. അവിടെ മിന്നി നിൽക്കുന്നത് മറ്റാൾക്കും പറ്റിയിട്ടില്ല. ദേഷ്യം വരും. ഇവിടെ പഞ്ഞ ബാ എൻ്റെ കുട്ടി പാല് കുടിക്കും. രാത്രി ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാക്കി. അപ്പം നമ്മുടെ സ്വത്ത് വാ, ഇവിടെ നിൽക്കുക, ഇവിടേക്ക് മാറ്റിത്തരാം. പാല് കുടിക്കി തങ്ക. നീ പാല് കുടിക്കും മോനെ, നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറന്നു വിടാം. ബാ പാല് കുടിക്ക് ട്ടാ. ഈ പാലൊന്ന് കുടിക്കുമോ? ഇനിയിപ്പോൾ ഞാൻ മാറിയാലേ പാല് കുടിക്കുമോ?
ശരി, ഉമ്മ തടവി തരാം. ഇനിയിപ്പോൾ ഇവനെന്താ തുറന്നു വിടാത്തതെന്ന് എല്ലാവർക്കും അറിയാം, എപ്പോഴും കാണുന്നവർക്ക് അറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു വിടുള്ളൂ. ഇവരൊക്കെ അടച്ചു വിട്ടിട്ട് കുട്ടാപ്പിനെ തുറന്നു വിടും. അല്ലെങ്കിൽ ഇവർ തല്ലി ഓടിക്കുക. എന്താ വെച്ചാൽ ഇത്രയും പൂച്ചകൾക്ക് ഓരോ പൂച്ചകൾക്ക് ഓരോരോ സ്വഭാവമാണ്. അതിനനുസരിച്ചാണ് ഇവിടെ ഞാൻ ഇവരെ നോക്കുന്നത്. ചിലവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇതപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, മിന്നു ഓറിയും ഇന്നലെ ഫുൾ ടൈം തല്ലുകൂടിക്കൊണ്ടിരിക്കലായിരുന്നു. അപ്പം നമ്മുടെ ഇതിപ്പോൾ അവർ കാറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പെണ്ണിന് കൊടുക്കും. പെണ്ണിന് ദേഷ്യം കയറുന്നുണ്ടോ? പെണ്ണാണെങ്കിൽ എല്ലാത്തിനും ഇട്ട് അടിച്ചിട്ട് നടക്കും. അവൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയി. കുഞ്ഞുമണി കിട്ടുക ഒന്ന് മോളെ ഒന്ന് കഴിക്കും. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടാപ്പിക്ക് കാറ്റ് ഫുഡ് ഇട്ട് കൊടുക്കും. പാല് കുടിക്കുമ്പോഴേ മിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കണം, രണ്ടടി കൊടുക്കാൻ വേണ്ടിയിട്ട്. വാവോ എന്ത് വാവോ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ആക്കിയിട്ട് കുട്ടാപ്പിനെ അങ്ങോട്ട് ഹോളിലേക്ക് വിടും. അപ്പോൾ അവിടെ കളിച്ച് നടക്കും. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഡാ എവിടേക്കാ ഇനി എനിക്കിത് എവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടോ. കുഞ്ഞ് ചെറുതുണ്ടല്ലോ, എൻ്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതിവിടെയൊക്കെ ബാത്റൂം പോകും. പാത്രത്തേക്ക് കറക്റ്റായിട്ട് പോകാനുള്ളതായിട്ടില്ല, ആവണേ ഉള്ളൂ. ഇതുണ്ട്, അതിനറിയാം. അതിനിങ്ങനെ അവിടെ കളിക്കുന്ന ഇഷ്ടം. ഹോളിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ഉറങ്ങി എണിച്ച ഇവരിൻ്റെ ഓരോരോ പണികൾ, ഇവരുണ്ടാക്കി വെക്കുന്ന ഓരോ പണികൾ രാവിലെ മുതൽ എണിച്ച് കഴിഞ്ഞാൽ ഇവരുടെ പണി ഇങ്ങനെ വരുന്നുണ്ടാവും. ഇവർ രാത്രി മുഴുവൻ കാണിച്ച് കുട്ടിയെ വേഷക്കെട്ടുകളുണ്ടാവുമല്ലോ, കളിക്കണതും ഈ അഴുക്കും പൊടിയാക്കി വെക്കണൊക്കെ, അതൊക്കെ വൃത്തിയാക്കണം, തുടയ്ക്കണം. ഇത് കണ്ടില്ല, ഇത് സിംബ രാത്രി താഴെയാണ് ടോയ്ലറ്റിൽ പോയത്, അവിടെ വൃത്തിയാക്കി ഇട്ടതാണ്. അപ്പോൾ വീണ്ടും അതുപോലെ ഇതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഇത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിലെ പണി എല്ലാം കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തെ രാത്രി വീണ്ടും ക്ലീനിങ് ആയിരിക്കും. അങ്ങനെ ഇവരിൻ്റെ കാര്യങ്ങൾ നോക്കലിന് തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തെ പകുതി സമയം പോകുന്നത്. എൻ്റെ വർക്കും കാര്യങ്ങളും കൂടി നടക്കില്ലേ, അത് ചിലപ്പോൾ ലീവൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.